ഞാൻ സരിത ഹരി ഗുരുവായൂർ അപ് ടു ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ഗരുഡൻ്റെ പുറത്താണ് ശ്രീകൃഷ്ണൻ സത്യഭാമയുടെയും രുക്മിണിയുടെയും കൂടെ ഇരിക്കുകയാണ് കേട്ടോ. ഗരുഡൻ്റെ പുറത്ത് നല്ല ഭംഗിയുള്ളൊരു അലങ്കാരമാണ് കേട്ടോ കാണാൻ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു അലങ്കാരം കാണുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ. ഇന്ന് ക്ഷേത്ര പരിസരത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴാണൊന്ന് മഴ കുറച്ച് കുറഞ്ഞത്. ഇന്ന് തിരക്കും കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കാളിയൻ്റെ കഥയൊന്ന് നോക്കിയാലോ. പതിവ് പോലെ ശ്രീകൃഷ്ണനും കൂട്ടുകാരും അതേ കന്നുകാലികളെ മേയിച്ചൊക്കെ നടക്കുകയാണ് കേട്ടോ വൃന്ദാവനത്തിന് അരികിലൂടെയാണ് ഈ കാളിന്തി നദി ഒഴുകുന്നത്. കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാരും. അപ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ഗോപന്മാരും അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ കൂടി കുറച്ച് പേര് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വെള്ളം കുടിക്കാൻ പോയപ്പോൾ എന്താ ഉണ്ടായത്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേരെ കാണാണ്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും തിരഞ്ഞു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നേരം ഒരുപാട് കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ ആയപ്പോൾ ശ്രീകൃഷ്ണൻ അന്വേഷിച്ച് ചെല്ലുകയാണ് കേട്ടോ. അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ അവരവിടെ ബോധം കെട്ട് വീണ് കിടക്കുന്നതാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഈ കാളിന്തി നദി മലിനപ്പെട്ടു, അല്ലെങ്കിൽ വിഷം കാളിന്തി നദിയിൽ മുഴുവൻ കലർന്നിരിക്കുകയാണെന്ന് ശ്രീകൃഷ്ണന് മനസ്സിലായി കേട്ടോ. അങ്ങനെ ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ കാളിയൻ അതിൽ വാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരെയും അതുപോലെ തന്നെ കന്നുകാലികളെയും ഒക്കെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ നദിയുടെ അടുത്തായിട്ട് തന്നെ വലിയൊരു കടമ്പ് വൃക്ഷമുണ്ട്. ആ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഭയങ്കര സാഹസികനാണല്ലോ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാ കലകളും അഭ്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, നദിയിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴും ഇത് ചുറ്റിലും കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും ഗോപന്മാർക്കും അതുപോലെ കന്നുകാലികളും ഒക്കെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. എന്താണിപ്പോൾ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ ചാടാൻ നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കാളിയൻ പണം ഒക്കെ ഉയർത്തിപ്പിടിച്ച് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ പണത്തിലേക്ക് എടുത്തു ചാടി നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് നേരം നൃത്തം ചെയ്ത് അവസാനം കാളിയന് വയ്യാണ്ടായി. കാളിയൻ ബോധം കെട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ കാളിയൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കൂടി ശ്രീകൃഷ്ണൻ്റെ കാല് പിടിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഗരുഡനെ പേടിച്ചാണ് ഈ കാളിന്തി നദിയിൽ താമസം ആരംഭിച്ചിരിക്കുന്നതെന്ന് ശ്രീകൃഷ്ണനോട് പറയുകയാണ് കേട്ടോ. നിങ്ങളെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാളിയൻ പറഞ്ഞു, ഞങ്ങൾ ഗരുഡനെ പേടിച്ചാണ് കാളിന്തി നദിയിൽ വാസം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മഹർഷിയുടെ ശാപം ഉണ്ട്, അതുകൊണ്ട് ഗരുഡന് ഈ കാളിന്തി നദിയിലേക്ക് വരാൻ പറ്റില്ല എന്ന് കാളിയൻ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയാണ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും രമണക ദ്വീപിലേക്ക് മാറ്റാം, അവിടെയും ഗരുഡനും ഒന്നും വന്ന് നിങ്ങളെ ആക്രമിക്കില്ല. അപ്പോൾ കാളിയന് സന്തോഷമാവുകയാണ്. കാളിയൻ്റെ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും അടങ്ങുന്ന ആ ഒരു കുടുംബം അങ്ങോട്ട് ശ്രീകൃഷ്ണൻ അവരെ രമണക ദ്വീപിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കണത് വെച്ചാൽ, എത്രയൊക്കെ ദ്രോഹം ചെയ്താലും ശ്രീകൃഷ്ണൻ എന്താ അവസാനം ചെയ്തത്, കാളിയനെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ കാളിയനെ കൊല്ലാതെ വെറുതെ വിട്ടൂലേ. വെറുതെ വിടുക മാത്രമല്ല ചെയ്തത്, ഒപ്പം പുതിയൊരു വാസസ്ഥലം കാളിയന് വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ വേണമല്ലേ എല്ലാവരുടെയും മനസ്സ്. നമ്മളോട് എത്ര ദുഷ്ടതയൊക്കെ ചെയ്താലും നമുക്ക് അവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.